ഇപ്പോൾ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് കേട്ടെന്ന് പറഞ്ഞാൽ ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞ് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനും ആരും നോക്കണ്ട. ഇവിടെ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് വന്നതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും താമസമുണ്ട്. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പ്രിയമുള്ളവരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽപ്പെട്ട പാകിസ്ഥാൻ മുക്കിലാണ്. അപ്പോൾ പലർക്കും ഈ പേരുകൾ അറിയാതിരിക്കാം. ചിലർക്ക് ഈ വാർത്ത കാണുമ്പോൾ ഞെട്ടലോടുകൂടി ആയിരിക്കും കേൾക്കുന്നത്. അപ്പം ഇപ്പം വലിയ വിവാദങ്ങളും യുദ്ധങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് വാർത്ത 24 ഈ ജംഗ്ഷനിലേക്ക് കടന്നു വരാനിടയായത്. അപ്പോൾ ഈ പാകിസ്ഥാൻ മുക്കിലെ വിശേഷങ്ങൾ, ഈ പാകിസ്ഥാൻ മുക്കിന് എങ്ങനെയാണ് പേര് വന്നതെന്നൊക്കെ നാട്ടുകാരനായ ചേട്ടൻ്റെ പേര് സുരേഷ് ചേട്ടൻ നമ്മളോട് പങ്കുവെക്കുകയാണ്. ചേട്ടാ, എന്താണ് ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് വരാനുള്ള ഇടവയ സാഹചര്യം? ഇവിടെ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതുവഴി ഒരു ബസ്, നെൽസൺ എന്ന് പറയുന്നൊരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സുകാർ ടിക്കറ്റ് എടുക്കാൻ ഒരു പോയിൻ്റ് ഇട്ടത് പാകിസ്ഥാൻ മുക്ക് എന്നാണെന്ന് എൻ്റെ അറിവ്. അല്ലാതെ മറ്റൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്ന് വിചാരിച്ച് ഇവിടെ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് വന്നതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും താമസമുണ്ട്. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും നല്ല മതസൗഹാർദ്ദമായിട്ട് പോകുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് നിലയ്ക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം, ഇപ്പുറത്ത് ഐവർകാല മുസ്ലിം ജമാഅത്ത്, അപ്പുറത്ത് താപ്പോട്ട് പോയി കഴിഞ്ഞാൽ മണ്ണടി ദേവി ക്ഷേത്രം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം ഞങ്ങൾ ഒരുപോലാണ് ആഘോഷിക്കുന്നതും സഹകരിക്കുന്നതുമെല്ലാം. ഇപ്പോൾ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് കേട്ടെന്ന് പറഞ്ഞാൽ ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞ് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനും ആരും നോക്കണ്ട. ഈ ജംഗ്ഷന് പേര് മാറ്റാൻ ആരെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ട്? അത് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ പ്രിയദർശിനി ജംഗ്ഷനിലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ AKG ജംഗ്ഷനിലും, BJPക്കാർ ശാന്തിസ്ഥാനെന്നും ഉള്ള പേരൊക്കെ ഇട്ടു. പക്ഷേ നിലവിൽ അതൊന്നും ഒരു ഇതല്ല. റെക്കോർഡിക്കലായിട്ട് പാകിസ്ഥാൻ മുക്കിന് പേരുണ്ടോയെന്ന് എനിക്ക് ഇല്ല. റെക്കോർഡിക്കലായിട്ടില്ല. പക്ഷേ ഇത് പുത്തനമ്പലം BO, അത് കടമ്പനാട്, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ചേട്ടൻ്റെ ഒരു അഡ്രസ്സിൽ ഇപ്പം ലെറ്റർ വരുന്നത് എന്തെങ്കിലും വരുന്നത് എങ്ങനെയാണ്? കടമ്പനാട് സുരേഷ് തുവയൂർ സൗത്ത് PO, അത് തുവയൂർ സൗത്ത് PO അപ്പുറത്ത് അങ്ങനെ വരത്തുള്ളൂ. പാകിസ്ഥാൻ മുക്ക് എന്നൊരു പേര് ഇതില്ല. അത് ചുമ്മാ പറയുന്നു, അങ്ങനെ അത്രേ ഉള്ളൂ. ഈ പേര് മാറ്റണമെന്ന് നാട്ടുകാരെന്ന് ചേട്ടൻ ആഗ്രഹമുണ്ടോ? പേര് മാറ്റിക്കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇല്ല, പേര് മാറ്റിക്കൊണ്ട് പ്രയോജനമില്ല, മാറ്റത്തുമില്ല, മാറാനൊക്കത്തില്ല. അല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഈ നാട്ടുകാർക്കിടയിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ആഗ്രഹം ഇപ്പോൾ ആഗ്രഹമില്ലാത്ത ആൾക്കാർ, കാരണം നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലല്ല താമസിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊതുവൊരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിൽ വരും. അത് സ്വാഭാവികമാണ്. അത് നമ്മളാരും കുറ്റം പറയേണ്ട പ്രയോജനമില്ല. ചേട്ടൻ മറ്റു സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചേട്ടൻ്റെ നാട് ചോദിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ഈ പേര് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഞാൻ പാകിസ്ഥാൻ മുക്കൊന്നും പറയില്ല. ഞാൻ ഒന്നി കടമ്പനാട് അല്ലെങ്കിൽ മണ്ണടി. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോടൊരു അവജ്ഞയാണ് തോന്നും. അപ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് അങ്ങനെ ഒരു സംഭവം, ഒരു വിഷമമുണ്ട് മനസ്സിൽ. കാണും, തീർച്ചയായിട്ടും കാണും. അപ്പോൾ മാറാൻ നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, വരുന്ന തലമുറ മാറ്റിയാൽ മാറ്റി. കാരണം പാകിസ്ഥാൻ നമ്മളെ വിട്ടുപോയ രാജ്യമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് വിചാരിച്ച് ഇത് പാകിസ്ഥാൻ മുക്കെന്നുള്ള പേരുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ വീട് പോലെ ഞങ്ങൾ കഴിയുന്നു. ജാതിയല്ല വിഷയം. ജാതി ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം ഇവിടെ ഒരു മുസ്ലിമിൻ്റെ, ഒരു ഹിന്ദുവിൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വീട്ടിലൊരു എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും സഹകരിക്കും. അല്ല, നമ്മളാരും ജാതി പറയുന്നില്ല. ഇല്ല, ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ രാജ്യത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ പേര് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് മാത്രമേ. ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ കാണും. അത് മാത്രമാണുള്ളത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇവിടെ കഴിയുന്നവർ തമ്മിൽ പരസ്പരം അടിയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ്. ശരി. അത്രേ ഉള്ളൂ. നാട്ടുകാരനായ സുരേഷ് ചേട്ടൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ ദിവസം യാത്രയ്ക്കും ഹണിമൂൺ ട്രിപ്പിനുമൊക്കെ പോയ നിരപരാധിയായ കുറേ ആളുകളെ ഭീകരർ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം. അതിൻ്റെ പേരിൽ രാജ്യത്ത് വളരെയധികം ദുഃഖവും അതിലേറെ അമർഷവുമുണ്ട്. അപ്പം ചില ആളുകൾക്കെങ്കിലും ഇത് പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു നൊമ്പരം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് നമ്മുടെ രാഷ്ട്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രമുണ്ടായി അങ്ങനെ പാകിസ്ഥാനിലേക്ക് മാറുകയും ബാക്കി ആളുകൾ എങ്കിൽ തന്നെ ഇന്ത്യയോട് സ്നേഹമുള്ള ഒരുപാട് മുസ്ലിം സഹോദരന്മാർ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നു. ഇപ്പോൾ ആ ഭീകര ആക്രമണം നടക്കുമ്പോൾ തന്നെ ഒരു 2 മുസ്ലിം സഹോദരന്മാർ എൻ്റെ സഹോദരനാണെന്നാണ് ഒരു കുട്ടി അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ മകൾ നമ്മളോട് പറഞ്ഞത്.
അപ്പം ഇവിടെ വർഗീയപരമായി ഇതിൻ്റെ പേരിൽ ഒരു ചേരിതിരിവുണ്ടാക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊന്നും ആളുകൾ വീണ്ടു പോകരുത്. ഇതും ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് നമുക്കെല്ലാവരെയും ആവശ്യമാണ്. ഭീകരവാദത്തെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ ശ്രമം പാകിസ്ഥാൻ മുഖ്യയുള്ള എല്ലാ സഹോദരങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരു വിദ്വേഷത്തിൻ്റെ കാര്യമില്ല. എന്തായാലും പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ചില ആൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും അത്തരം വിഷയങ്ങളിൽ നാട്ടുകാർ വരും ദിവസങ്ങളെ ആലോചിച്ച് കൃത്യമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ മുഖ്യയിൽ നിന്നും ക്യാമറമാൻ സാദിഖിനും ശങ്കറിനും ഒപ്പം അജിത് പട്ടാഴി, വാർത്ത 24.